ആഗസ്റ്റ് 29 വിശുദ്ധ സാബിന. വിശുദ്ധ സാബിന റോമൻ സാമ്രാജ്യത്തിലെ ഉബ്രയിലാണ് ജനിച്ചത്. സമ്പന്ന കുടുംബത്തിലാണ് സാബിന ജനിച്ചത്. വലന്റൈൻ എന്ന സമ്പന്നൻ്റെ ഭാര്യയായിരുന്നു വിശുദ്ധ സാബിന. വൃത്തിയായ സെറാഫിയായിരുന്നു റോമൻ ദൈവങ്ങളിൽ മാത്രം വിശ്വസിച്ച സാബിനയെ ക്രിസ്തുമത വിശ്വാസത്തിലേക്ക് നയിച്ചത്. യേശുവിനെക്കുറിച്ച് സെറാഫിയെയാണ് സാബിനയെ പഠിപ്പിച്ചത്. പ്രാർത്ഥന, ദൈവസ്നേഹം, ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സാബിനയ്ക്ക് ബോധ്യം ലഭിച്ചത് സെറാഫിയിൽ നിന്നായിരുന്നു. ക്രമേണ വേലക്കാരിയുടെ വിശ്വാസത്തെ സാബിന തിരിച്ചറിഞ്ഞു. വേലക്കാരിയുടെ പ്രാർത്ഥനാ രീതികൾ തുടക്കത്തിൽ ഇഷ്ടമല്ലാതിരുന്ന സാബിന പിന്നീട് അതിലേക്ക് ആകർഷിക്കപ്പെട്ട് ക്രൈസ്തവർ രഹസ്യമായി നടത്തിയ കൂട്ടായ്മകളിൽ പങ്കെടുത്തിരുന്നു. അന്ന് ഭരണം നടത്തിയ റോമൻ ചക്രവർത്തിയായ ആൻഡ്രിയൻ അനേകം ക്രൈസ്തവ വിശ്വാസികളെ കൊന്നൊടുക്കിയിരുന്നു. ഒരിക്കൽ പ്രാർത്ഥനയ്ക്ക് പോയ സെറാഫിയെ സൈനികർ പിടികൂടി വിചാരണയ്ക്കായി കൊണ്ടുപോയി. അവിടെ വെച്ച് വിശ്വാസം തള്ളിപ്പറയാതിരുന്ന സെറാഫിയെ സൈനികർ വധിച്ചു. അങ്ങനെ സെറാഫിയ രക്തസാക്ഷിത്വം വരിച്ചു. വാർത്ത കേട്ട സാബിന ഭയപ്പെടാതെ സെറാഫിയുടെ മൃതദേഹം ഏറ്റുവാങ്ങി സംസ്കരിച്ചു. ഈ പ്രവൃത്തി ചക്രവർത്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ക്ഷുഭിതനായി. പടയാളികൾ സാബിതയെ പിടികൂടി എൽപിഡിയസ് എന്ന ജഡ്ജിക്ക് മുമ്പിൽ എത്തിച്ചു. ജഡ്ജി വിചാരണ നടത്തി. നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? കുടുംബപരമായും വിവാഹത്താലും ഉന്നത കുടുംബിനിയായ സാബിനയാണോ നീ എന്നീ ചോദ്യങ്ങളായിരുന്നു ജഡ്ജി ഉന്നയിച്ചത്. അതെ, അത് ഞാൻ തന്നെ എന്ന് ഉത്തരം പറഞ്ഞ സാബിനയ്ക്ക് വധശിക്ഷ ലഭിച്ചു. തൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ച് സാബിന രക്തസാക്ഷിത്വം വരിച്ചു. റോമിൽ സാബിനയുടെ നാമത്തിൽ വലിയൊരു ദേവാലയമുണ്ട്. അനവധിയായ അത്ഭുതങ്ങൾ വിശ്വാസികൾക്ക് സാബിനയുടെ നാമത്തിലൂടെ ദൈവം നൽകി. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. നമുക്കും വിശുദ്ധ സാബിനയോട് പ്രാർത്ഥിക്കാം. വിശുദ്ധ സാബിനയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം.